ഹായ്. തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന ഒരു കിടിലം പടം എടുത്തിട്ട് OTT കൊണ്ടുപോയിട്ട് റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോൾ ഗ്രീൻ ഗ്രാസിന്റെ ദി ലോസ്റ്റ് ബസ്. ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു പടമായിരുന്നു കേട്ടോ ഇത്. തിയേറ്ററിൽ ഇത് കണ്ടിരുന്നെങ്കിലേ ഹെവി ഒരു വല്ലാത്തൊരു പടം. അതായത് സർവൈവൽ അഡ്വഞ്ചർ ത്രില്ലറാണ് പടം. നമ്മളെ ഒരു പീക്ക് ലെവലിൽ എത്തിച്ച് അവസാനം ഒന്ന് കൂളാക്കി തരും. ഹെവി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഇത് തിയേറ്ററിൽ കാണേണ്ടിരുന്ന ഒരു പടമാണ്. ഇതെന്തുകൊണ്ട് OTT ഇവർ റിലീസ് ചെയ്തതെന്ന് അറിയില്ല. ആപ്പിൾ TV പടം റിലീസായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആപ്പിൾ ഓറഞ്ച് മുസംബി എല്ലാം ടെലഗ്രാം ആണല്ലോ. സോ ടെലഗ്രാമിൽ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല സൈസുള്ളൊരു ഫയൽ തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് കണ്ടുകൊടുക്കുക. ഹെവി. ഇത് നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. കിടിലം പടം. മാത്യു മകോണിയാണ് പടത്തിലെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. ചെങ്ങായെ കുറിച്ച് പറയണ്ടല്ലോ. ഇമോഷൻസ് എല്ലാം ക്യാരി ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ചെങ്ങായിയുടെ സ്കില്ല് ഹെവിയാണ്. നമ്മൾ ഇന്റർസ്റ്റെല്ലാറെല്ലാം കണ്ടിട്ടില്ലേ? ഇന്റർസ്റ്റെല്ലാറിൽ ഒരു അച്ഛൻ മകൾ റിലേഷനാണ് അതിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. സിനിമയിലും അങ്ങനെ ഒരു ലെയർ വരുന്നുണ്ട്. ഒരേ സമയം ഈ മാത്യുവിന്റെ കഥാപാത്രം കെവിൻ ആണ് ക്യാരക്ടറിന്റെ പേര്. കെവിനും അയാളുടെ അച്ഛനും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും സെയിം ടൈം കെവിനും അയാളുടെ മോനും ഒരു അഡൽട്ടറിയിൽ കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ഒരു മോൻ ഇയാൾക്കുണ്ട്. അപ്പൊ ആ ചെക്കനുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റ് ഒരു പരിപാടി ഒന്നല്ല കേട്ടോ. ഇത് ആക്ച്വലി 2018 അമേരിക്കയിൽ ഉണ്ടായ അമേരിക്കയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയൊരു കാട്ടുതീ അന്ന് അവിടെ ഉണ്ടായി. ആ സംഭവത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, ഇയാളൊരു സ്കൂൾ ബസ്സിന്റെ ഡ്രൈവറാണ്. അപ്പോൾ ഇയാള് രക്ഷിക്കുന്നതാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ശരിക്കും നടന്ന സംഭവം കേട്ടോ. ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. ഹെവി ആയിട്ടുള്ള പടം. ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ നമുക്ക് പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിലത്തെ ഓരോ ആൾക്കാരെയും നമ്മൾ തേടി പിടിച്ച് അവര് മുമ്പിലായിട്ടുള്ള സിനിമകളൊക്കെ നമുക്കൊന്ന് നോക്കാൻ വേണ്ടി തോന്നും. അത് അത്രയും നല്ല വർക്കാണ് ചെയ്തിട്ടുള്ളത്. CGI മ്യൂസിക്, എഡിറ്റിങ്, അതുപോലെ തന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഹെവിയാണ്. കാട്ടിന്നെല്ലാം പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഇട്ട് കത്തിക്കലൊന്നുമല്ല. നമ്മൾ ശരിക്കും ഒരു തീയുടെ ഉള്ളിൽ പെട്ടുപോയാൽ എന്ത് സംഭവിക്കും? ആ ഒരു ഫീല് നമുക്ക് പടം കാണുമ്പോണ്ടാവും. ഒരു 14-15 ഇഞ്ച് ഫോണിൽ കണ്ടിട്ട് തന്നെ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിലേ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയേനെ. തീ പിടിച്ചിട്ട് മൊത്തം ഈ പുക മൊത്തം മേലോട്ട് വരുന്നിട്ട് ഒരു രാത്രി പോലെ നമുക്ക് ഫീൽ ചെയ്യും പടം. പക്ഷെ ആക്ച്വലി പകലാണ്. പക്ഷെ തീ കണ്ടമാനം ഈ കാട്ടു തീ പിടിച്ചിട്ട് മൊത്തം പുകയെല്ലാം നിറഞ്ഞ് അതിൻ്റെ കൂടെ തീയും കാറ്റും വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അത് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അങ്ങനെയാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണലി ഈ പടം ഹുക്ക് ചെയ്യും. പിന്നീട് അങ്ങോട്ട് ഒറ്റ പോക്കാണ്. 2 മണിക്കൂർ 9 മിനിറ്റാണ് പടത്തിന് ടോട്ടൽ ഡ്യൂറേഷൻ. ഇതെങ്ങനെ തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ കുറേ സമയം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുമ്പോഴത്തേക്കായിരിക്കും ഇത്രയും സമയം കഴിഞ്ഞു എന്നല്ല ആലോചിക്കുന്നത്. ആ രീതിയിൽ നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. അമ്മാതിരി ട്രീറ്റാണ് പടം ചെയ്തിട്ടുള്ളത്. ഒരേ സമയം ഈ ക്യാരക്ടേഴ്സിന്റെ ഇമോഷനെയും അതുപോലെ തന്നെ ആ സിറ്റുവേഷനെയും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാതെ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേക മൊമെന്റ് എത്തുന്ന സമയത്ത് ഈ ക്യാരക്ടറിന്റെ ഇമോഷൻ എടുത്തിടും. ഇതങ്ങനെയല്ല. തുടക്കം മുതലേ ഇയാൾ എങ്ങനെയുള്ള ആളാണ്, ഇയാളുടെ കുഴപ്പങ്ങള്, ഇയാളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇംബാലൻസും കാര്യങ്ങളും, ഇയാളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യമേ കാണിച്ച് ആ ക്യാരക്ടറിനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സംഭവത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്ന റെസ്ക്യൂ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. അഭിനയം, അതായത് ഇത്രയും ടെക്നിക്കൽ സാധനങ്ങളൊക്കെ ചുറ്റുമുണ്ടെങ്കിലും ഈ സിറ്റുവേഷന്റെ ഇമോഷനും കാര്യങ്ങളൊക്കെ ക്യാരക്ടർ തന്നെ ക്യാരി ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു 10-20 കുട്ടികളെല്ലാം ഉണ്ട് കേട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അധികം ഓവറാക്കി ചളവാക്കാതെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീച്ചർ കഥാപാത്രം മേരി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ ഇയാളുടെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പയ്യന് കുറച്ചേ ഉള്ളൂ, പക്ഷെ ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാകും. അതുപോലെ തന്നെ ഇയാളുടെ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അച്ഛനെ കാണിക്കുന്നൊന്നും ഇല്ല എങ്കിൽ പോലും ഇല്ലേ അങ്ങനെ ഒരു കഥാപാത്രം ഉള്ളതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് പടം ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ ക്ലൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി ഈ സർവൈവൽ അഡ്വഞ്ചർ പടത്തിന്റെ എല്ലാം ക്ലൈമാക്സിൽ എന്താണോ സംഭവിക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്ക് ശരിക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ ചില കാര്യങ്ങളൊക്കെ. ഈ പ്രിഡിക്ഷൻ പരിപാടിയൊന്നും ഈ പടത്തിൽ നടക്കില്ല. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അങ്ങനെയല്ല അവസാനം നടക്കുക. എന്നിട്ട് അവസാനം വളരെ നോർമൽ ആയിട്ടുള്ള, അതായത് ആ കഥാപാത്രം വീണ്ടും അയാളുടെ ഫാമിലി ലൈഫിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകുന്ന രീതിയിലാണ് സിനിമ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അത് കുറച്ച് ടച്ചിങ് ആണ്. സോ പക്ഷെ നമുക്കത് എവിടെ അങ്ങനെ വലിയ ബോറായി തോന്നില്ല. അങ്ങനെ ആയിരിക്കും ശരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഭാഗവും നമ്മുടെ മാത്യു നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനയം ഒന്നും പറയാനില്ല, ഹെവി ആയിരുന്നു. പിന്നെ പടത്തിന്റെ ഡയറക്ഷൻ, ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡെല്ലാം പെർഫെക്റ്റ് ആണ്. ആ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടിരുന്ന പടം എടുത്തിട്ട് OTT കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു മോശം പരിപാടിയായി പോയി. തിയേറ്ററിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഹെവി ആകുമായിരുന്നു. കണ്ടുവെക്കുക, മിസ്സാക്കരുത്. ദി ലോസ്റ്റ് ബസ്. കിടലം പടം, ഒന്നും പറയാനില്ല.